സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരം 54-ാം ദിവസവും നിരാഹാര സമരം 16-ാം ദിവസവും തുടരുമ്പോഴും പ്രശ്നപരിഹാര സാധ്യത അകലെയാണ്. ട്രേഡ് യൂണിയൻ നേതാക്കളും സമരക്കാരുമായി ആരോഗ്യമന്ത്രി ഇന്നലെ 3 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. പക്ഷേ തീരുമാനമൊന്നും ഉണ്ടായില്ല. ട്രേഡ് യൂണിയൻ നേതാക്കൾക്കൊപ്പം ഇരുന്നുള്ള ചർച്ചയ്ക്ക് ഇനിയില്ലെന്ന് സമരസമിതി വ്യക്തമാക്കിയിരുന്നു. ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാമെന്നാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. മറ്റു വിഷയങ്ങളിൽ ഇന്നും ചർച്ച തുടരാനായിരുന്നു ധാരണ. എന്നാൽ ആശാവർക്കർമാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ഇനി ചർച്ച വേണ്ടെന്നാണ് ഇന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധം കടുപ്പിക്കുമെന്നും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം അവസാനിപ്പിക്കില്ലെന്നും സമരസമിതിയും പറയുന്നു. നമ്മൾ ഉയർത്തുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. ആ ഡിമാൻഡ് സമരം ചെയ്യുന്നവർക്കെല്ലാം ഉയർത്താൻ പറ്റും. പക്ഷെ അതിലും നമ്മൾ മനസ്സിലാക്കുന്ന അവരൊരു കമ്മിറ്റിയെ വെക്കാം എന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ടുള്ള പല കമ്മിറ്റികളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ ആ കമ്മിറ്റി ഇത് നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന് പിന്നെ സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കമ്മിറ്റികളും. 3000 മുതൽ 5000 രൂപ വരെ ആദ്യഘട്ടത്തിലും പിന്നീട് ഘട്ടം ഘട്ടമായും ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയെന്നുമുള്ള ഫോർമുല സമരസമിതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഇത് സർക്കാർ തള്ളുകയാണ്. ചർച്ചയ്ക്കില്ലെന്ന് സർക്കാരും സമരം അവസാനിപ്പിക്കില്ല എന്ന് പ്രതിഷേധക്കാരും പ്രഖ്യാപിച്ചതോടെ അനിശ്ചിതത്വം നീളുമെന്ന് ഉറപ്പായി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.